അമ്മേ, ദേവു മണ്ടിയൊന്നുമല്ല. നല്ല ബുദ്ധിയും പക്വതയുള്ള പെണ്ണാ. അവൾക്ക് വേണ്ടി മോശം ഒരാളെ കണ്ടെത്തൂന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ല അവര്. പരസ്പരം ആഴത്തില് മനസ്സിലാക്കിയ ശേഷം അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമ്മ, സച്ചേട്ടനെ ഞാൻ കുറ്റം പറയില്ല. അവര് തമ്മില് പലവട്ടം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സച്ചേട്ടന്റെ കണ്ണിൽ അരുൺ മോശക്കാരനായിരിക്കാം. എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ദേവുൻ അവൻ നല്ലവനാ. അതിവള് വെറുതെ പറയുന്നതല്ല. അതവള് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ പറയുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ അഭിപ്രായം അല്ല നോക്കേണ്ടത്, ഇവളുടെ അഭിപ്രായ. ഇവൾക്ക് ആ പോലീസുകാരനെ ഇഷ്ടം. രണ്ടുപേരും കുറച്ച് നാളായിട്ട് സ്നേഹത്തിലാ. ഇനി നമ്മൾ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാണ് വേണ്ടത്. അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമല്ല ദേവുന് അവന്റെ കയ്യിലേക്ക് കൊടുക്കരുതെന്ന് സച്ചി പറയുന്നത്. സച്ചി അവനെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാ. എന്റെ അമ്മേ, അത് സച്ചേട്ടൻ പെട്ടെന്ന് അരുണിനെ കണ്ടതിന്റെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതാ. അമ്മ അത് ഏറ്റുപിടിച്ചിട്ട് ഇവളെ ഇങ്ങനെ കരയിക്കല്ലേ. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. ഞാൻ പോയി സച്ചേട്ടനോട് സംസാരിക്കാം. വേണ്ട, നീ ഇതിനെ കുറിച്ച് അവനോട് സംസാരിക്കണ്ട. സച്ചി ഇവളുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. അവന് നല്ലതും ചീത്തയും തിരിച്ചറിയാം. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ആ സ്ഥാനത്ത് നിന്ന് കുടുംബത്തെ നോക്കുന്നത് എന്റെ സച്ചി മോന്. ഈ വീട്ടിൽ അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നടക്കാൻ പാടില്ല. സച്ചിയുടെ ഇഷ്ടം തന്നെ എനിക്ക് വലുത്. അവൻ ആ പോലീസുകാരനെ ഇഷ്ടമല്ല, ഇവൾക്ക് ചേരുന്നവനല്ല എന്ന് എന്റെ സച്ചി പറയുന്നത്. അതുകൊണ്ട് ഈ കല്യാണം ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കില്ല. എനിക്ക് അരുണേട്ടനെ മിണ്ടി പോകരുത്. നീ ഒന്നും പറയണ്ട. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. എനിക്കതൊക്കെ കേൾക്കണ്ട. നീ അവനെ മറന്നേക്ക്. ഈ വീട്ടിൽ അച്ഛനില്ലാത്ത കുറവ് നികത്തിയത് സച്ചിയ. മരുമോൻ എന്ന നിലയിലല്ല, ഈ വീട്ടിലെ എന്റെ മൂത്ത മോൻ എന്ന നിലയിൽ അവൻ ജീവിച്ചത്. നിന്നെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് സച്ചിക്ക് എന്ത് നേട്ടമുള്ളത്? നിന്റെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. സച്ചിയെ വിശ്വസിക്കാൻ എനിക്ക് പല കാരണങ്ങളുണ്ട്. അവൻ ഇതുവരെ ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ അരുണുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. അവനെ മറന്നേക്കണം. സച്ചി നിനക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തുന്നു പറഞ്ഞിട്ടുണ്ട്. സച്ചിയുടെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം. ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ചെങ്ങാനും ഇനി ഇത് തുടർന്ന അമ്മ പറഞ്ഞത് ശരിയാ. നമ്മുടെ കുടുംബത്തിന്റെ എല്ലാമാണ് സച്ചിയേട്ടൻ. എന്റെ കാര്യത്തിലും അദ്ദേഹം എടുത്ത തീരുമാനം ശരിയായിരുന്നില്ലേ? അതുപോലെ തന്നെ ഇതും നല്ലതിനു വേണ്ടിയാ സച്ചിയേട്ടൻ പറയുന്നത്. സച്ചിയേട്ടന് ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇതങ്ങ് വിട്ടേക്കേച്ചി. നീ വന്നേ. കരയല്ലേ ദേവു? അദ്ദേഹത്തിന് എന്നെ അത്രമാത്രം ഇഷ്ട. എനിക്ക് അദ്ദേഹത്തെ മറന്ന് വേറൊരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി. അദ്ദേഹം നല്ലവനാ. സച്ചേട്ടനും അമ്മയും പറയുന്നത് പോലെ ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയ പോലെ അദ്ദേഹത്തെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല.
അരുണ് സച്ചേട്ടനോട് പകയും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഒരു കാര്യമില്ലാതെ സച്ചേട്ടന്റെ കാറ് പിടിച്ചോണ്ട് പോയി കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി. അന്ന് സച്ചേട്ടന്റെ ഒപ്പം ഞാനും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതാ. ആ സച്ചേട്ടന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അരുൺ അത്ര നല്ലവനല്ല. ചേച്ചി, ഒരു പോലീസുകാരനാവുമ്പോ പല പ്രശ്നങ്ങളിലും ഇടപെടേണ്ടി വരും. ഒരുപാട് ശത്രുക്കളുണ്ടാവും. എല്ലാരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പലരുമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോ അദ്ദേഹം മോശക്കാരനായിരിക്കും. പക്ഷെ എനിക്കും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അങ്ങനെയല്ല. ഞങ്ങളെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സച്ചേട്ടനെ കുറിച്ചും അങ്ങനെയൊക്കെ പറയാറില്ലേ? റൗഡി, കൊടിയൻ എന്നൊക്കെ ആളുകൾ സച്ചേട്ടനെ വിളിക്കാറില്ലേ? പക്ഷെ നമ്മുടെ സച്ചേട്ടൻ അങ്ങനെയാണോ? നല്ലവനല്ലേ? കുടുംബത്തോടും ചേച്ചിയോടും ഒക്കെ സ്നേഹമുള്ളവനല്ലേ? ചേച്ചി, അരുണേട്ടനും അങ്ങനെ തന്നെയാ. ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് ചേച്ചിയോട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതല്ലേ. അദ്ദേഹത്തെ നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഇവരാരും പറയുന്ന പോലെ അല്ല അദ്ദേഹം. സച്ചേട്ടൻ പറയുന്നത് ശരിയാണ്. ഇപ്പോ നീ പറയുന്നത് ശരിയാ. നിനക്കൊരിക്കലും തെറ്റില്ല എന്നുള്ള വിശ്വാസത്തിലാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അവന് കല്യാണം കഴിച്ചു കൊടുത്താ നമ്മുടെ ദേവുവിന്റെ ജീവിതം കണ്ണീരിലാവും. അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല, നീ ദേവുവിനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ടാ സച്ചേട്ടൻ അമ്പലത്തിൽ നിന്ന് പോയത്. പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണത്തിന്റെ വക്കോളം എത്തിയ നിങ്ങളോട് പരസ്പരം മറക്കണം, ഈ കല്യാണം നടക്കില്ല എന്ന് പറയാനുള്ള ശക്തി ഒന്നും എനിക്കില്ല. ഇവിടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാനൊന്നും സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാ. ഉപദേശിച്ച് നിന്റെ മനസ്സ് മാറ്റണമെന്ന് എനിക്ക് തോന്നിയില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെണ്ണിനുണ്ട്. അതുപോലെ തന്നെ സ്വന്തം മകളെ അല്ലെങ്കിൽ സഹോദരിയെ സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കണമെന്ന ആഗ്രഹം അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അവരെ തെറ്റു പറയാൻ പറ്റുമോ? അങ്ങനൊരാഗ്രഹം സച്ചേട്ടനുള്ളതുകൊണ്ടാ സച്ചേട്ടൻ ഈ കല്യാണത്തെ എതിർക്കുന്നേ. ആർക്കും എന്നെ വിശ്വാസമില്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ സത്യ. അദ്ദേഹം നല്ലവനാ. എന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഇപ്പൊ അദ്ദേഹത്തെ മറക്കാൻ പറയുന്നു. അദ്ദേഹത്തെ ഞാൻ എങ്ങനെ മറക്കും ചേച്ചി? അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നത് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. കരയില്ലേ ദേവു, ഇങ്ങനെ നിങ്ങൾക്ക് പിരിയേണ്ടി വരില്ല. സച്ചേട്ടനോടും അമ്മയോടും ഞാൻ സംസാരിക്കാം. ഞാൻ അവരുടെ മനസ്സ് മാറ്റാൻ നോക്കാം. ദേ, നീ എപ്പോഴത്തേം പോലെ സന്തോഷമായിട്ടിരിക്കുക. നിന്റെ ആഗ്രഹം നടക്കും. നിന്റെ ചേച്ചിയല്ലേ ഈ പറയുന്നേ? കരയല്ലേ ദേവു ഇങ്ങനെ? സച്ചേട്ടാ, രേവതി ചേച്ചി, ഇതാ ഞാൻ കണ്ടെത്തിയ ആള്. പോലീസ് കോൺസ്റ്റബിളാ, പേരരുൺ. സച്ചേട്ടാ, സച്ചേട്ടൻ എന്തിനാ എന്റെ വീട്ടിൽ പോയത്? നിന്റെ മാത്രം വിടല്ലോ, എന്റെ കൂടെ വിടല്ലേ? ഞാൻ അവിടെ പോയത് നിനക്കെന്താ? പോയതല്ല വിഷയം. എന്തിനാ അമ്മയോടെല്ലാം പറഞ്ഞേ? പിന്നെ നിന്റെ അമ്മയോടല്ലാതെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറയാൻ പറ്റുമോ? എന്നെ അവരുടെ മൂത്ത മാനാട്ടാ അവര് കരുതുന്നേ. ദേവു എന്റെ പെങ്ങൾ കൂടിയാ. അവളുടെ കാര്യം അമ്മയോടല്ലാതെ പിന്നെ ആരോടാ പറയണേ? ഞാനെന്താ വലിയ തെറ്റ് ചെയ്തോലെയാണല്ലോ നീ പറയുന്നേ? സച്ചേട്ടാ,
ആദ്യം നമ്മൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനം എടുക്കണമായിരുന്നു. അതിനുശേഷം അമ്മയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സച്ചേട്ടൻ നീ എടുത്തു ചാടി സംസാരിച്ചത് ശരിയായില്ല. രേവതി, എനിക്ക് നിന്നെ പോലെ അളന്ന് കുറിച്ച് കണക്കൂട്ടി സംസാരിക്കാനൊന്നും അറിയില്ല. എന്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ഞാൻ അപ്പൊ പറയും. എനിക്കെന്റെ സ്വഭാവം അറിയാന്നല്ലേ. അല്ലേലും ഈ വിഷയം ആദ്യം അറിയേണ്ടത് അമ്മ തന്നെയാ. അവരല്ലേ അവളെ കഷ്ടപ്പെട്ട് വളർത്തിയ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നോക്കിക്കൊള്ളുമായിരുന്നു. നാളെ ദേവന് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ അമ്മ എന്ത് ചെയ്യും? എന്റെ കുടുംബാണിത്. ദേവു എന്റെ അനിയത്തി. അവള് കണ്ടെത്തിയത് നല്ലൊരുത്തിനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവൻ വെറും ഒരു ഫ്രോഡാ. അവൻ നമ്മുടെ ദൈവനെ കെട്ടിയ അവളുടെ ഭാവി എന്താവും? അവളുടെ ജീവിതം അതോടെ അവസാനിക്കില്ലേ? ദേവന്റെ കല്യാണം എന്ന് പറയുമ്പോ അത് നമ്മുടെ സ്വപ്നമല്ലേ രേവതി? അവക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ചെക്കനെ ഞാൻ കണ്ടെത്തും. ആഘോഷമായിട്ട് ഈ ഏട്ടൻ അവളുടെ കല്യാണം നടത്തില്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ പേടിക്കൊന്നും വേണ്ട. എന്നെ പോലെ ഒരുത്തിനെ ആയിരിക്കില്ല അവൾക്ക് കണ്ടെത്തുക. നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള അവൾക്ക് ചേർന്ന പയ്യനെ തന്നെ ഞാൻ കണ്ടെത്തും. അതിന് സച്ചേട്ടൻ എന്താ ഒരു കുറവ്? സച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ കഴിയുന്നില്ലേ? സച്ചേട്ടാ, അവൾക്ക് ഇഷ്ടമുള്ള ആളെ അവൾ നമുക്ക് കാണിച്ചു തന്നു. നമുക്കിഷ്ടമുള്ള ആളെ അല്ല, അവൾക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ അവൾ കല്യാണം കഴിക്കേണ്ടേ? മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചാലേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അതിന് നീ എന്നെ ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചേ? എന്റെ സച്ചേട്ടാ, അത് വേറെ ഇത് വേറെ. ഞാൻ ആരെയും മനസ്സിൽ കണ്ടിട്ടില്ല, പ്രണയിച്ചിട്ടുമില്ല. പക്ഷെ അവൾ ഒരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പ്രണയിക്കുന്നുണ്ട്. എന്ന് വെച്ച് ആ ഫ്രോഡിന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അവക്കൊരു അബദ്ധം പറ്റിയതാ. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി വേറെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടേ? അരുൺ എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് എനിക്കറിയാലോ. വല്ലാത്തൊരു മനസ്സാവൻ്റെത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ. എന്നെ ദ്രോഹിച്ച് നീ കണ്ടല്ലേ? നാളെ കല്യാണം കഴിഞ്ഞാൽ അവൻ അവളെ ദ്രോഹിക്കില്ലേ? സന്തോഷത്തോടെ അവൾക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല രേവതി. അവൾക്ക് കരയേണ്ടി വരും. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ പറയുന്നേ. എന്റെ സച്ചേട്ടാ, അവക്ക് അവനെ ഇഷ്ടാണ്. കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആ പാവ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാ അത് തടസ്സം നിൽക്കുന്നേ? അല്ലെങ്കിലും സച്ചേട്ടനല്ലല്ലോ, അവളല്ലേ അവന്റെ കൂടെ ജീവിക്കുന്നേ. അവള് സന്തോഷത്തോടെ ജീവിക്കേണ്ട രേവതി. അവന്റെ കൂടെ ഇതിന് പറ്റില്ല. ദേവ് പറയുന്നത് അദ്ദേഹം നല്ലവനാണെന്നാ. നല്ലവൻ? എന്ത് നല്ലവൻ? അവൻ എന്നോട് കാണിച്ചൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? അതൊക്കെ നീ മറന്നോ? നല്ലവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? അതിന് അവൻ മാത്രല്ലല്ലോ, സച്ചേട്ടനും ചെയ്തിട്ടില്ലേ? അവന്റെ ഭാഗത്ത് മാത്രല്ല, സച്ചേന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്റെ കൂടെ നിൽക്കാതെ നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നേ? രേവതി, നമ്മുടെ ദൈവത്തിന് നല്ലൊരു ജീവിതം വേണം. അതുകൊണ്ടാണ് ഈ ബന്ധം വേണമെന്ന് ഞാൻ പറയുന്നേ. നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അരുണുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നീ ദൈവനോട് പറ. അവരുടെ കല്യാണം നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് കല്യാണം നടത്തിയ ആ കല്യാണത്തിൽ ഞാനുണ്ടാവില്ല, നീയും പോവില്ല. സച്ചേട്ടാ, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിച്ച് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയ പോരെ? ആലോചിക്കാനൊന്നുമില്ല. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്റെ വീട്ടുകാർ വേറെ തീരുമാനം എങ്ങനെ എടുത്താ അവൻ ആ കുടുംബത്തേക്ക് വന്നാ പിന്നെ ഞാൻ ആ വീടിന്റെ പടിയോട്ടില്ല. നിന്റെ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും. ഈ വീട്ടിൽ അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നടക്കാൻ പാടില്ല. സച്ചിന്റെ ഇഷ്ടം തന്നെ എനിക്ക് വലുത്. അതുകൊണ്ട് ഈ കല്യാണം ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കില്ല. ആ അരുണുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. അവനെ മറന്നേക്കണം.
അവള് ഫോൺ കട്ട് ചെയ്തല്ലോ. അല്ല, രേവതി അടുത്ത് ഇങ്ങോട്ടാണ് വരുമോ? അച്ഛനോട് വല്ലതും പറഞ്ഞു കൊടുക്കോ? അവളൊന്നും വരാൻ പോകുന്നില്ല, നീ അടിക്കണ. എനിക്കിപ്പോ തോന്നുന്നു കല്യാണമേ കഴിക്കണ്ടായിരുന്നു. അവൾ എന്ത് തീരുമാനിച്ചാലും ഞാനത് അനുസരിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് കല്യാണം കഴിക്കുന്ന അവള് പറഞ്ഞപ്പോ തന്നെ മാടിനെ പോലെ തലയാട്ടി കൊടുത്തു. അന്ന് തൊട്ട് എന്റെ ഫ്രീഡം പോയതാ, ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ആ പോലീസുകാരന് ആള് ശരിയല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനാ. പോലീസാ? ഈഗോയാണ് അവന്റെ പ്രശ്നം. ഇവന്റെയൊക്കെ കൂടെ ഒരു പെണ്ണെങ്ങനെ ജീവിക്കാനാ? ഇതൊക്കെ എന്തോ. എന്റെ സ്വന്തം മകളല്ലേ ദേവു. ദേവുവിനെ അവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ രേവതി അത് ചെവിക്കൊള്ളുന്നില്ല. അവൻ നല്ലവനാണത്രേ. എന്താണ് ഇവളൊക്കെ ഇങ്ങനെ? ദേവുവിനെ അവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ രേവതി അത് ചെവിക്കൊള്ളുന്നില്ല. അവൻ നല്ലവനാണത്രേ. എന്താണ് ഇവളൊക്കെ ഇങ്ങനെ? ഭാര്യയുമായിട്ട് കൂടുതൽ കാലം അകന്ന് നിന്നാലേ അവള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറെ ആരെങ്കിലും ഓടിപ്പോകുന്ന് എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു. എടാ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ? എല്ലാ ഭാര്യമാരും പോണമെന്നില്ല, ചിലര് പോയേക്കാം. നിന്റെ ഫ്രണ്ട് പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട്. ഭാര്യയായിട്ട് വഴക്കൂടാം, 1 or 2 ദിവസം പിണങ്ങി നിൽക്കാം. എന്നാ കുറെ കാലം കാണാതെ മിണ്ടാതിരിക്കുന്നത് ശരിയൊന്നുമല്ല. അല്ല, ഇനിയിപ്പോ നിന്റെ പ്രശ്നം എന്താ? സച്ചേട്ടാ, ഇനി പ്രിയയുടെ റെസ്റ്റോറന്റിൽ ജോലിക്ക് പോകാലെന്ന് വർഷ പറയുന്നേ. നമുക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങാന്ന്. അതിനൊന്നും എന്റെ ഇപ്പൊ കാശില്ല, നേട്ടൻ അറിയാലോ. അത് പറഞ്ഞപ്പോ അവള് പറയാം അവളുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് വാങ്ങാനെന്ന്. അത് ശരിയല്ലല്ലോ സച്ചേട്ടാ. എനിക്കിതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ്. അല്ലെങ്കിൽ അമ്മായി അച്ഛനോട് കാശ് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? കുഴപ്പമുണ്ട്. ഇതൊരു അഭിമാന പ്രശ്നമാണ്. ഇതില് ഞാൻ നിന്റെ ഭാഗത്താ. അതാണ് സച്ചേട്ടൻ. പക്ഷേ എന്റെ പേരിൽ വർഷയോട് വഴക്കിടരുത്. ഈ സമയത്ത് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല. ഏയ് ഇല്ല, ഞാനങ്ങനെ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ദേവു ആരെ പ്രണയിക്കുന്നുണ്ട്, അതല്ലേ സച്ചേട്ടന്റെ പ്രശ്നം. എടാ, അവൾ ആരെങ്കിലും പ്രേമിക്കട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? നീ എന്തിനാ അതിലൊക്കെ തലയിടുന്നത്? അവളെ എന്റെ അനിയത്തിയാ. ഒരു ഫ്രോഡിന് അവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ ആളൊരു പ്രശ്നക്കാരനാ, നല്ലവനെ അല്ല. പ്രശ്നമില്ലാത്ത ആരുണ്ട്? നീ നോക്കിക്കോ, നല്ലൊരു ചെറുക്കനെ ഞാൻ ദേവുവിന് വേണ്ടി കണ്ടുപിടിച്ചിരിക്കും. അവരുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ എന്തോ തെറ്റിയെന്ന പോലെ രേവതിയുടെ സംസാരം.
ദേവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവളെ പോലീസുകാരൻ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാ രേവതി പറയുന്നത്. അല്ല എടുത്ത് പറഞ്ഞാലും ശരി. എന്ത് ശരി? എടാ, അവനെ കെട്ടിയ ദേവന്റെ ജീവിതം അതോടെ ഇല്ലാതാവും. അവന്റെ കൂടെ ഒരു പെണ്ണും ജീവിക്കാൻ പറ്റില്ല. എടാ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ അത്ര പ്രശ്നമൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ എന്റെ ഭാര്യ എന്നെ എന്നേക്കാട്ട് ഉപയോഗിച്ച് പോയേനെ. കേട്ടോ, ഒരു കാര്യം ചെയ്യും, ചെന്ന് ശ്രുതിയെടുത്ത് വിളിച്ചോണ്ട് പോവാ. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എങ്കിൽ പിന്നെ അമ്മ എന്നെ കൊല്ലും. നിങ്ങൾ എന്താ കാണും? എടാ സച്ചി, നീ ഒറ്റ ഒരുത്തനെ എല്ലാത്തിനും കാരണം. അന്ന് ആ പീരാനെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. നിന്റെ ഭാര്യ കള്ളം പറഞ്ഞ എല്ലാവരെയും പറ്റിച്ചു, മണ്ടന്മാരാക്കി. അതൊന്നും നിനക്ക് പ്രശ്നമല്ല. അവളുടെ കള്ളത്തരം പൊളിക്കാനായിട്ട് ആ ഇറച്ചി വീട്ടുകാരനെ ഞാൻ വിളിച്ചോണ്ട് വന്നു. ഇപ്പൊ ഞാനായി തെറ്റുകാരൻ. കൊള്ളാം കൊള്ളാം. സുധിയുടെ അമ്മയോട് സംസാരിച്ച് ഈ പ്രശ്നം എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിലേ ഫ്രണ്ട് പറഞ്ഞതുപോലെ ശ്രുതിയേട്ടത്തി എങ്ങാനും. മിണ്ടായിരിക്കടാ, അത് എന്നോട് പറഞ്ഞ് പേടിപ്പിക്കുന്നു. സച്ചേട്ടാ, പറ. ചേച്ചി, അരുണേട്ടനും അമ്മയും ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്റെ ഈശ്വരാ. അവൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. നിങ്ങളുടെ മോനെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കവൻ നല്ലവനായിരിക്കും, പക്ഷേ പുറത്തങ്ങനെയല്ലാന്ന് സച്ചി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്റെ മകനും നിങ്ങളുടെ മകളുമാണ്. അവരുടെ തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്റെ മോൾക്ക് എന്റെ മരുമകൻ നല്ലൊരു ബന്ധം കൊണ്ടുവരുമെന്ന എന്റെ വിശ്വാസം. അവന്റെ തീരുമാനം എന്റെയും തീരുമാനം.